വലിയ വിഷയം. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഏതോ കുടുംബത്തിൽ ജനിച്ച പെണ്ണിന്റെ ബാപ്പായോട് കൊള്ളക്കാരനെ പോലെ കാശ് സ്ത്രീധനമായിട്ട് വാങ്ങി. ആ സ്ത്രീധന പൈസക്ക് അരി വാങ്ങി ബിരിയാണി വെച്ച് നാട്ടുകാരായ ആയിരങ്ങളെ വിളിപ്പിച്ച് അതിൽ പള്ളിയിലെ ഖത്തീബും പെട്ടു, കമ്മിറ്റി പ്രസിഡന്റ് പെട്ടു, സെക്രട്ടറി പെട്ടു, മുസ്ലിയാര് പെട്ടു, ആജിയാര് പെട്ടു, നേതാവ് പെട്ടു, MLA പെട്ടു, MP പെട്ടു. ഏതോ കുടുംബത്തിലെ പാവപ്പെട്ട പെണ്ണിന്റെ ബാപ്പ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് കൊള്ളക്കാരനെ പോലെ തട്ടിയെടുത്ത് അതിന് ബിരിയാണി വെച്ചിട്ട് മാലോകരെത്തിക്കുമ്പോൾ തീറ്റിക്കുന്നവരെക്കാൾ അപകടകാരികൾ ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് തിന്നുന്നവരാണെന്ന് മനസ്സിലാക്കണം. തീറ്റിക്കുന്നവരല്ല അപകടകാരികൾ, തിന്നുന്നവർ. ഉളുപ്പില്ലാതെ കല്യാണ വീട്ടിൽ പോയിട്ട് വാരി വലിച്ചു തിന്നുന്നവർ. ഉളുപ്പില്ലാതെ കിട്ടിയതെല്ലാം തിന്നുക എന്നുള്ള സ്വഭാവം 4 കാലും 1 വാലുമുള്ള ജീവിയുടെ സ്വഭാവമാണ്. എന്റെ പരിഭാഷ മനസ്സിലാവില്ല. കല്യാണത്തിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അനുവദിച്ചു തന്ന ഭക്ഷണം ഏതാ? കല്യാണം സുന്നത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ. അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്റെ സുന്നത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ ആ വിവാഹത്തിന് ഉണ്ടാക്കേണ്ട ഭക്ഷണത്തെ പറ്റിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം മാത്രമേ വിവാഹത്തിന്റെ പേരിൽ അനുവദിക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത ചോറ് വിദേഹത്തിന്റെ ചോറാണ്. കല്യാണത്തിന്റെ തലേന്ന് പോയിട്ട് കല്യാണ വീട്ടിൽ നിന്ന് തിന്നുന്ന ചോറ് വിദേഹത്തിന്റെ ചോറാണ്. നാം എന്ത് ചെയ്യും? കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കാശും വാങ്ങിക്കൊണ്ടുവന്ന് പന്തല് കെട്ടി 4-5 നേരം ചോറ് വെച്ച് വിളമ്പിയപ്പോൾ നാട്ടിലെ മാന്യന്മാര് പോയിട്ട് വെറുതെ തിന്നില്ലേ? ഏത് ചോറ്? എനിക്ക് അനുവദിക്കാത്ത ചോറ്. എനിക്കല്ലാതെ അനുവദിച്ചു തന്നിട്ടില്ലാത്ത ഭക്ഷണമാണ്. നാളെ നടക്കുന്ന കല്യാണത്തിന് മൈലാഞ്ചി എന്നും പറഞ്ഞു ഇന്ന് രാത്രി പോയിട്ട് നീ തിന്നില്ലേ? ഏത് ചോറ്? എനിക്ക് അനുവാദമില്ലാത്ത ചോറ്. ആ ചോറ് ഏതാ? പൈസ എന്നറിയോ? ഏതോ തറവാട്ടിലെ പെണ്ണിന്റെ ബാപ്പാനെ ഭീഷണിപ്പെടുത്തി സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരനെ പോലെ വാങ്ങിയ പൈസക്കുള്ള ചോറ. ആ ചോറ്റിന്റെ ഒരു പിടി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ ഒരു പക്ഷേ ആ ചോറിന്റെ ആളായ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് മനസ്സിലാവും. ഈ ചോറ് ലാബിൽ കൊണ്ടുപോയാൽ ഈ കല്യാണം കഴിക്കുന്ന ചെക്കന്റെ വീട്ടിൽ നിന്നിട്ടുന്ന ചോറില്ലേ? ആ ചോറൊരു പിടി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തഗ്രൂപ്പ് മനസ്സിലാവും. എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഈ ചെക്കന്റെ വീട്ടിൽ പോയി നിന്ന ചോറ് ഏതോ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തമാണ്. അത് നീ ഒരു ദിവസം ഛർദ്ദിക്കേണ്ടി വരും. ആ രക്തം സകലരും ഛർദ്ദിക്കേണ്ടി വരും. പള്ളിയിലെ ഖത്തീബടക്കം, പ്രസിഡന്റ് അടക്കം, സെക്രട്ടറി അടക്കം സ്ത്രീധനമാകുന്ന കൊള്ളപ്പൈസക്ക് ടാക്സ് അടിച്ച് റെസീറ്റ് മുറിച്ചു കൊടുത്ത് പള്ളിക്ക് നിനാരം കെട്ടാൻ മെനക്കെടുന്നവർ അതിനുമുണ്ടാ രക്തത്തിന്റെ അംശം. സ്ത്രീധനം എന്ന കൊള്ളപ്പൈസയുടെ രക്തത്തിന്റെ അംശം പള്ളി മുനാരത്തിനും കാണാം, പള്ളിയുടെ ബിംബം കാണാം. ഈ ഉമ്മത്ത് അത്രമാത്രം അരോചകമായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. വേണം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വ്യക്തമായൊരു സമരമുറ. ആദ്യമായിട്ട് വേണ്ട ജിഹാദ് എന്താണ്? ബോംബ് പൊട്ടിക്കലല്ല ജിഹാദ്, ചാവേർപ്പടിയും ജിഹാദല്ല, അത് പിരാന്തി. ഏറ്റവും വലിയ എന്താണ്? കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കാൻ വേണ്ടി മെനക്കെടുക. ഈ ഉമ്മത്ത് ചെയ്യേണ്ട ആദ്യത്തെ ജിഹാദ് അതാണ്. തിന്നുന്ന ചോറ് ഹലാലാക്കാൻ മെനക്കെടുക. തലപ്പത്തിരിക്കുന്നവൻ തൊട്ട് താഴ്ത്തിരിക്കുന്നവൻ വരെ, പള്ളിയിലെ ഖത്തീബ് തൊട്ട് നാട്ടിലെ പ്രമാണിയായ ബൂർഷ്വാ മുതലാളി തൊട്ട് ഓട്ടോറിക്ഷ ഉന്തുകൊണ്ടി വലിക്കുന്നവരെ വരെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ചാപ്പിടുന്നത് ഹലാലാണോ ഹറാമാണോ തീരുമാനിക്കുക. ഇതെല്ലാം ക്ലിയറായി, കംപ്ലീറ്റ് ക്ലിയർ. എന്റെ പെണ്ണുമ്മമാരെ, പെങ്ങന്മാരെ, മക്കളെ കുരുത്തം പഠിപ്പിക്കാൻ ചാട്ടവാറെടുക്കണ്ട, ചൂരലെടുക്കണ്ട. മക്കളെ നന്നാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കോണ്ടനോമയിൽ കൊണ്ടുപോയി ഉമ്മലറ്റ നാൾ മുതൽ അറസ്റ്റ് ചെയ്യണ്ട. ഏതെങ്കിലും കുരിശിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് പണയും വെക്കണ്ട. മക്കള് നേരെ ചൊവ്വയാവാൻ, മയക്കുമരുന്നിന് അടിമയാവാതെ പോകാൻ, മദ്യപിച്ച് ലക്ഷ്യകെട്ട് തെരുവിൽ കിടന്ന് പന്നീരുളും പോലെ ഉരുളാതിരിക്കാൻ, ഉമ്മാനെയും പാപ്പാനെയും കൊന്ന് ചാക്കിക്കട്ടി മൂലയ്ക്ക് വെച്ച് ഉമ്മാന്റെ കഴുത്തിൽ നിന്ന് താലി പൊട്ടിച്ചോണ്ട് പോയിട്ട് മത്തിൽ കുപ്പിയും വാങ്ങിക്കൊണ്ടെന്ന് അത് കുടിച്ച ബാക്കി കുപ്പി ഉപ്പാന്റെ തലപ്പുമാത്ത് വെച്ചിട്ട് പോകാതിരിക്കാൻ, മക്കള് നേരെയാവാൻ നീ ഒന്നും ചെയ്യണ്ട. എന്റെ കുഞ്ഞിനെ ഹലാലായ ചോറ് കൊടുക്കാൻ നീ മെനക്കെട്ടാ. ആ കുഞ്ഞിനെ